മഴനീർത്തുള്ളികൾ നിൻ തനുനീർമുത്തുകൾ തണുവായി പെയ്തിടും കനവായി തോർന്നിടും വെൺശങ്കിലേ. ഹലോ എവരിവൺ, എല്ലാവർക്കും ആദംശ്രീ വ്ളോഗ്സ് എന്ന പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ഒരു സ്ഥലത്തിൻ്റെ ആംബിയൻസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നുന്നില്ലേ, പറയാൻ പോകുന്നത് ആനക്കാര്യം തന്നെയാണെന്ന്? എന്നാൽ ആനക്കാര്യം മാത്രമല്ല കേട്ടോ, ഇവിടെ കുറേ മാനുകളുണ്ട്, കുറേ മ്ലാവുകളുണ്ട്, ചുറ്റും ധാരാളം മുളങ്കൂട്ടവുമുണ്ട്. ഈ കാണുന്ന പ്രവേശന കവാടത്തിലൂടെ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയാൽ നാം കാണാൻ പോകുന്നത് മനോഹരമായ ഈ ശലഭോദ്യാനമാണ്. അപൂർവ ഇനങ്ങളായ ഏകദേശം 20-ലേറെ ചിത്രശലഭങ്ങളും അവയുടെ ഹോസ്റ്റ് പ്ലാന്റുകളും ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു. ചിത്രശലഭങ്ങളുടെ ജീവിതചക്രത്തിന് അനുയോജ്യമാകും വിധമാണ് കോടനാടിലെ ഈ പൂന്തോട്ടം. ശലഭങ്ങളെ ആകർഷിക്കാൻ ഉതകും വിധത്തിലുള്ള അന്തരീക്ഷവും ചെടികളുമാണ് ഇവയെ ഇങ്ങോട്ട് ആകർഷിക്കുന്നത്. പ്രവേശന കവാടം മുതലേ ഉള്ള ഇവിടുത്തെ ശലഭ കാഴ്ചകൾ നമ്മെ ഈ അഭയാരണ്യത്തിലേക്ക് ആകർഷിക്കുന്നു. ചിത്രശലഭങ്ങളുടെ ചരിത്രവും ജീവിത രീതിയും ആവാസ വ്യവസ്ഥയുമെല്ലാം സന്ദർശകർക്ക് നേരിട്ട് മനസ്സിലാക്കുന്നതിന് സഹായമാകുന്ന ഫലകങ്ങളും ഈ ഉദ്യാനത്തിൽ നമുക്കായി സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ തുമ്പൂർ മൊഴിയിലെയും തട്ടേക്കാട്ടിലെയും അത്ര വൈവിധ്യങ്ങളോ കാഴ്ച അനുഭവങ്ങളോ നമ്മൾ ഇവിടെ പ്രതീക്ഷിക്കേണ്ടതില്ല. ഇന്ത്യക്ക് പുറമെ ശ്രീലങ്കയിലും കണ്ടുവരുന്ന ഈ ശലഭത്തിൻ്റെ പേരാണ് തമിഴ് യോങ്ങോൺ അഥവാ മരോട്ടി ശലഭം. തമിഴ്നാടിൻ്റെ സംസ്ഥാന ശലഭമാണിത്. വയലുകളിൽ പാറി നടക്കുന്ന പൂമ്പാറ്റ ആയതിനാലാണ് ഇവയെ വയൽ കോത എന്ന് വിളിക്കുന്നത്. എന്നാൽ പൊന്തച്ചുറ്റനാകട്ടെ വായുവിൽ ഒഴുകി നടക്കുന്ന സ്വഭാവമാണുള്ളത് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, ഈ ചിറകുകളിൽ ഭൂപടത്തിലേതുപോലെ വരകളുള്ളതിനാലാണ് ഇവനെ ഭൂപട ശലഭം എന്ന് വിളിക്കുന്നത്. ശലഭോദ്യാനം കഴിഞ്ഞാൽ നമ്മൾ നേരെ നടന്നെത്താൻ പോകുന്നത് ഇവിടുത്തെ മനോഹരമായ ഡിയർ പാർക്കിലേക്കാണ് കേട്ടോ. ഈ മുളങ്കൂട്ടത്തിന് ഇരുവശവുമായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. രാവിലെയുള്ള സമയമായതിനാൽ തന്നെ മാൻകുട്ടന്മാരെല്ലാം ഭക്ഷണം അകത്താക്കുന്ന തിരക്കിലായിരുന്നു. വളരെ വിശാലമായ ഒരു ഏരിയ തന്നെ ഇവയ്ക്ക് ഇവയുടെ ആവാസ വ്യവസ്ഥ പുനർനിർമ്മിച്ച് നൽകുവാൻ മാറ്റിവെച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ സംസ്കാരത്തിലും ചരിത്രത്തിലും ഒഴിച്ചുകൂടാനാകാത്തൊരു സ്ഥാനമുള്ള ജന്തുവർഗമാണല്ലോ മാനെന്ന് പറയുന്നത്. ഞായറായതിനാലാവണം ധാരാളം സഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. അതിലേറെ സന്തോഷം നൽകുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ ഇവയെല്ലാം അടുത്തറിയാനായി ധാരാളം കുട്ടികൾ ശ്രമിക്കുന്നുമുണ്ട് കേട്ടോ. കടുത്ത വേട്ടയാടൽ, പ്രാദേശിക കലാപം, ആവാസ വ്യവസ്ഥയുടെ പ്രാദേശിക ചൂഷണം എന്നിവ കാരണം റെഡ് ലിസ്റ്റിൽ ദുർബല ഇനമായി രേഖപ്പെടുത്തിയിട്ടുള്ള മ്ലാവുകളും ഇവിടെ കാണപ്പെടുന്നു. പിന്നെ കിട്ടിയ തക്കതിന് അവയോടൊപ്പമുള്ള ചില എൻ്റെ ചിത്രങ്ങൾ എടുക്കാനും ഞാൻ മറന്നില്ല കേട്ടോ. കലമാൻ എന്ന പേര് കൂടി ഇവയ്ക്കുണ്ട്. പരിപൂർണ സസ്യഭോജികളായ ഇവയുടെ ഭക്ഷണം പുല്ലുകളും മുള, മരത്തൊലി എന്നിവയുമാണ്. ഇവ കൂട്ടം കൂടി ജീവിക്കുന്ന വർഗവുമാണ്. മാൻകുട്ടന്മാരെ അടുത്തറിഞ്ഞ ശേഷം പിന്നെ ഞങ്ങളുടെ സ്ഥിരം കലാപരിപാടികൾ പുറത്തെടുക്കാൻ തുടങ്ങി. മുളങ്കൂട്ടത്തിലും അവിടെ വിശ്രമിക്കാനായിട്ട് ഇട്ടിരിക്കുന്ന കസേരകളിലുമെല്ലാം ഓടി ചാടി നടക്കാൻ തുടങ്ങി. ഞങ്ങൾ പോകാൻ തുടങ്ങുന്നത് കണ്ട് ഒരു കലമാൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് നോക്കി നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഈ എക്കോ ടൂറിസം പ്രോജക്റ്റിൻ്റെ ഉദ്ദേശമായ ആന പരിശീലന കേന്ദ്രത്തിലേക്ക് എത്തും കേട്ടോ. മണ്ണിട്ട വഴികളിലൂടെ വേണം നാം നടന്നെത്താനായിട്ട്. തലേന്ന് നല്ല മഴയായതിനാൽ അങ്ങിങ്ങായി കുറച്ച് സ്ഥലം ചെളിയായി കിടപ്പുണ്ട്. ഇതാണ് അഭയാരണ്യമെന്ന അപകടകാരികളായിരുന്നതോ അല്ലെങ്കിൽ അപകടങ്ങളിൽപ്പെട്ട് ജീവന് ഭീഷണി നേരിട്ടിരുന്നതോ ആയ ആനകളെ ചട്ടം പഠിപ്പിച്ച് മിടുക്കരാക്കിയെടുക്കുന്ന അഭയാരണ്യം. 2008 കാട്ടിൽ ജനിച്ച അഞ്ജന എന്ന പിടിയാനയാണ് ആദ്യം ഞങ്ങൾ കണ്ടത്. 7 ആനകളാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. 1950 കാട്ടിൽ നിന്ന് പിടിക്കുന്ന ആനകളെ വാണിജ്യ ആവശ്യങ്ങൾക്കായി പരിശീലിക്കുന്നതിന് വേണ്ടിയാണ് കോടനാട് ഈ കേന്ദ്രം ആരംഭിച്ചത്. ഈ ഹരിപ്രസാദ് എന്ന് ഇവനെ കണ്ടോ? ഇവൻ പണ്ട് ഇച്ചിരി പ്രശ്നക്കാരനായിരുന്നു. ഒരിക്കൽ പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇവൻ ഒന്നിടഞ്ഞോടിയതാണ്. ഇപ്പോഴും അടങ്ങി നിൽക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നു. എന്തോ എനിക്കിവനെ ഇഷ്ടമായി. ഒരു കാലത്ത് മാധ്യമങ്ങളുടെ എല്ലാം നല്ല ശ്രദ്ധ ഇവന് മേലുണ്ടായിരുന്നു. കുറേ നേരം ഞാനിങ്ങനെ അവൻ്റെ കുറുമ്പ് കണ്ടുകൊണ്ട് നിന്നു. ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ഇവൻ ഇവിടേക്ക് എത്തിയത്. വേറെയും ആനകളുണ്ട് കേട്ടോ. സുനിത, ആശ, പാർവതി, അഭിമന്യു എന്നിങ്ങനെ തുടരും. വീണ്ടും ഈ ചെറുവഴികളിലൂടെ ഇടതോന്നി നിൽക്കുന്ന മരങ്ങളുടെ ഇടയിലൂടെ ഞാൻ നടക്കുന്നത് മറ്റൊരു പഴയ ഫിഗറിൻ്റെ അടുത്തേക്കാണ്. മറ്റുള്ള ആനകളിൽ നിന്നെല്ലാം മാറിയാണ് പീലാണ്ടി ചന്ദ്രു എന്ന് പറയുന്ന
9 പേരെ കൊന്ന ആനയെ ചട്ടം പഠിപ്പിക്കുന്ന സ്ഥലം. പക്ഷേ പോകും വഴി ഇങ്ങനെ വേര് പന്തലിച്ച് നിൽക്കുന്ന ഒരു മരം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിൻ്റെ മേളിൽ കയറാതെ പോകാൻ എനിക്ക് തോന്നിയില്ല. ദേ, ഇവിടെയാണ് പീലാണ്ടി ചന്ദ്രു ഇപ്പോൾ വസിക്കുന്നത്. അട്ടപ്പാടി മേഖലയിലായിരുന്നു ഇവൻ വിഹാരം നടത്തിക്കൊണ്ടിരുന്നത്. 49 വയസ്സുണ്ട് കേട്ടോ. കോടനാട്ടിലേക്ക് ഇവൻ എത്തിച്ചേർന്നിട്ട് ഇപ്പോൾ 8 വർഷം പിന്നിട്ടിരിക്കുന്നു. വഴിയിൽ കാണുന്ന ഈ ചെടികളെല്ലാം വിവിധ ഇനം ഔഷധ സസ്യങ്ങളാണേ. ദേ, ഇത് കണ്ടോ, ഒരു ഏറുമാടം. എനിക്കൊന്ന് ഇതിന് മുകളിൽ കയറണമെന്ന് വളരെയധികം ആഗ്രഹമായിരുന്നു. പക്ഷേ ഒരേ സമയം 5 പേർക്ക് കയറാനാകൂ. ആയതുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ ഞാൻ കുട്ടികൾക്കായി വഴിമാറി കൊടുത്തു. മുന്നോട്ട് എന്താണെന്ന് അറിയില്ല, പക്ഷേ ഒരു പുഴയുടേതെന്ന് തോന്നുന്ന ശബ്ദം നമുക്ക് കേൾക്കാം. ഞാനിപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ വളർത്തുന്ന രക്തചന്ദനങ്ങൾക്കിടയിലൂടെയാണ്. വംശനാശ ഭീഷണി നേരിടുന്ന മരങ്ങളിൽ ഒന്നാണ് കേട്ടോ ഇത്. അങ്ങനെ ഒരു തടി കൊണ്ടുള്ള പടിക്കെട്ട് ഇറങ്ങി മുന്നോട്ട് ചെന്നപ്പോൾ അതാ മുന്നിൽ പെരിയാർ. അതിമനോഹരമായി തീരം ചേർന്നിങ്ങനെ സുന്ദരിയായി എൻ്റെ തൊട്ടു മുന്നിൽ. അവിടെയുള്ള മുളകളും ഇലകളും വേലിയും ഒന്നും ഞാൻ വെറുതെ വിട്ടില്ല കേട്ടോ. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന പെരിയാർ കുറേ നിമിഷത്തേക്ക് എൻ്റേത് മാത്രമായി എനിക്ക് തോന്നി. ദേ, ഇവിടെയാണ് കേട്ടോ ഇവിടുത്തെ ആനക്കുട്ടന്മാരെ എല്ലാം നീരാട്ടിനായി കൊണ്ടുവരുന്നത്. രാവിലെയും വൈകിട്ടും 1 മണിക്കൂർ നേരം അവർ നീരാട്ടിനായി മാറ്റിവെക്കാറുണ്ട്. എൻ്റെ ചില പിരിപിരിപ്പുകളാണ് കേട്ടോ ഇതൊക്കെ. പക്ഷേ നമ്മൾ നദിയിലേക്ക് ഇറങ്ങാതിരിക്കാനായി ഇവിടെ ഒരു വേലി വെച്ചിട്ടുണ്ട്. നദിയിൽ ഒരു തോണിയും കിടപ്പുണ്ട് കേട്ടോ. ഒരേ സമയം പ്രകൃതി സൗന്ദര്യവും അതോടൊപ്പം മൃഗങ്ങളെയും പക്ഷികളെയും അടുത്തറിയാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ് കേട്ടോ ഇത്. പ്രതിവർഷം 1.5 ലക്ഷത്തിനടുത്ത് സന്ദർശകർ ഇവിടേക്ക് എത്താറുണ്ട് എന്നാണ് ലഭ്യമായ കണക്ക്. കേരള വനം വകുപ്പിന് കീഴിലാണ് ഈ അഭയാരണ്യം ഇന്ന് സ്ഥിതി ചെയ്യുന്നത്. നദീതീരത്തുള്ള ഒരു പാതയാണ് കേട്ടോ ഇത്. ചെറുതാണെങ്കിലും ജനസാന്ദ്രതയുള്ള നിരവധി സഞ്ചാര ഗ്രാമങ്ങൾ കോടനാടിനോട് അതിർത്തി പങ്കിടുന്നുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടവ തോട്ടുവ, കൂവപ്പടി, ചേരനെല്ലൂർ, കുറച്ചിലക്കോട്, ആലട്ടിച്ചിറ, പനങ്കുഴി എന്നിവയാണ്. മുകളിൽ നിൽക്കുന്ന അവിടുത്തെ ജീവനക്കാരുടെ അനുവാദം വാങ്ങിയിട്ടാട്ടോ ഈ യാത്ര. വ്യൂ പോയിന്റ് പോലെ ഒരു സ്ഥലത്തോട്ടാണ് ചെന്നെത്തുന്നത്. ഇരിപ്പിടവും തണലുള്ള സ്ഥലം നോക്കി അവർ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരാഴ്ച നീണ്ടു നിന്ന ജോലിഭാരവും അതിൻ്റെ സമ്മർദ്ദമെല്ലാം ഈ വളരെ കുറച്ച് സമയം കൊണ്ട് ഞാൻ മറന്നു. വീണ്ടും കൂടുതൽ ഊർജ്ജത്തോടെ മടങ്ങുവാനായുള്ള എനർജിയും എനിക്കിവിടുന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്ത് രസമായിരിക്കുമല്ലേ കരിവീരന്മാരിങ്ങനെ വെള്ളത്തിൽ പൊന്തിക്കിടക്കുന്ന കാഴ്ച, ഒപ്പം ഇവിടുത്തെ സൂര്യാസ്തമയവും. ഇവിടുന്ന് മടങ്ങാനുള്ള സമയമായി വരുന്നു എന്ന ഉപദേശം കിട്ടിത്തുടങ്ങിയതോടെ ഞാൻ അവസാനമായി ഇവിടുത്തെ ചിത്രങ്ങൾ എടുക്കുന്ന തിരക്കിലാണ്. നല്ലൊരു ഭയമുണ്ടായിരുന്നതിനാൽ ആദ്യം പതുക്കെ തുടങ്ങി, പിന്നെ ഞാൻ മദ്യം നടന്ന് ഊഞ്ഞാലാടുന്നത് ആസ്വദിക്കാൻ തുടങ്ങി. ഊഞ്ഞാലിൽ ഉയർന്നു ചേർന്ന് തൊട്ട് മുന്നിലായി ഒഴുകുന്ന പെരിയാർ കാണുന്നത് ലൈഫിൽ ചെറിഷ് ചെയ്യുന്ന മൊമെൻറ്റ്സിൽ ഒന്ന് തന്നെയെന്ന് പറയാട്ടോ. നിമിഷ സമയം കൊണ്ട് എന്നെ ഗ്രഹാതൃത്വത്തിൻ്റെ ഓർമ്മകളിലേക്ക് മടക്കി കൊണ്ടുപോകുന്നതിന് ഇവിടെ തന്നെ സാധിച്ചു എന്ന് പറയുന്നതാണ് നല്ലത്. നഗരത്തിലുള്ളവർക്ക് വാഹനത്തിൻ്റെയും കെട്ടിടങ്ങളുടെ എല്ലാം തിരക്കിൽ നിന്ന് മാറി ഒരു 3 മണിക്കൂർ തികഞ്ഞ ശാന്തതയോടുകൂടി ആസ്വദിക്കാൻ പറ്റിയ ഒരിടമാണ് കാപ്രിക്കോടുള്ള ഈ മിനീസ്. എനിക്കൊരു കൂട്ടുകാരനെയും ഇപ്പോൾ ഊഞ്ഞാലാടാനായി ലഭിച്ചു കേട്ടോ. രാവിലെ എത്തിയതാണ് ഇവിടെ. സമയം ഇപ്പോൾ ഉച്ച കഴിഞ്ഞിരിക്കുന്നു. വീണ്ടും തിരക്ക് പിടിച്ച ജീവിതത്തിലേക്ക്, കൂടുതൽ ഉത്തരവാദിത്വത്തിലേക്കും തിരക്കിലേക്കും ഞാൻ ഇവിടുന്ന് മടക്കയാത്ര ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. കാണാൻ പോകുന്ന കാഴ്ചകളെക്കുറിച്ചുള്ള ക്യൂരിയോസിറ്റിയാണ് ഇവരുടെ മുഖത്തെല്ലാം. വിശാലമായി ഈ കാണുന്ന പാർക്കിംഗ് സൗകര്യവും ഇവിടെ ഉണ്ട്. ഉത്തരവാദിത്ത ടൂറിസം പ്രകൃതിയോട് കൂടെ ചേർന്ന് നിന്ന് എങ്ങനെ ചെയ്യാമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് കോടനാട്. വീണ്ടും ഇതുപോലുള്ള വീഡിയോസുമായി കാണുന്നവരെ ബൈ. ടേക്ക് കെയർ.